നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഗണേശോത്സവ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഗണേശോത്സവം 2025 ഓഗസ്റ്റ് 26 മുതൽ 30 വരെ വിപുലമായി ആഘോഷിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പത്ര മാധ്യമ സുഹൃത്തുക്കളെ, ഗണേശ ഉത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ പത്രസമ്മേളനം നടത്തുന്നത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഗണേശ ഉത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി ചെയർമാനുമായിട്ടുള്ള ശ്രീ സജി തുരുത്തിക്കുന്നേൽ, ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഇരുമ്പിൽ വിജയകുമാർ, അജയകുമാർ ജ്യോതിർഗമയ, ആറ്റുകാൽ തമ്പി, പെരിങ്ങമ്മല അജി, KY കുഞ്ഞുമോൻ, ശ്രീ അരവിന്ദൻ എന്നിവരാണ്. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പത്ര മാധ്യമ സുഹൃത്തുക്കൾക്കും ട്രസ്റ്റ് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. ഇതിന് വിശദീകരിക്കുന്നതിന് വേണ്ടി ശ്രീ അജയകുമാർ ജ്യോതിർഗമയ. ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റി എല്ലാ വർഷവും അതിവിപുലമായി ഗണേശ പ്രതിമ നിമജ്ജനവും ഗണേശോത്സവവും വളരെ ഭംഗിയായി തിരുവനന്തപുരത്ത് ആഘോഷിക്കുന്നവരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് കേരളമാകെ വ്യാപിച്ച് ഇപ്പോൾ ഈ വർഷം ഇതിന്റെ മുഖ്യ ആഘോഷ പരിപാടി, സമാപന പരിപാടി എറണാകുളത്താണ് നടക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 27 മുതൽ 30 വരെ നടക്കുന്ന ഈ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനവും ഓഗസ്റ്റ് 27 മുതൽ 30 വരെ നടക്കുന്ന ഈ ഗണേശോത്സവ പരിപാടിയുടെ ഉദ്ഘാടനവും കർമ്മവും നടക്കുന്നത് എറണാകുളത്താണ്. ആദ്യത്തെ ഗണേശ പ്രതിമയുടെ പ്രതിഷ്ഠ കർമ്മം നടക്കുന്നതും എറണാകുളത്താണ്. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം തിരുവനന്തപുരത്ത് അതിവിപുലമായി എല്ലാ വർഷവും നടക്കുന്ന കാര്യം നമുക്ക് ഇവിടെ സ്ഥിരമായി നമ്മൾ എല്ലാ വർഷവും പത്രസമ്മേളനം വിളിക്കാറുണ്ട്. പത്രക്കാരുടെ എല്ലാ സഹകരണങ്ങളും വലിയ ഒരു ആഘോഷ പരിപാടിയായിട്ട് ഇവിടെ വീടാന്തരം ഗണേശ പ്രതിമകളും ഓരോ കവലയിലും ഗണേശ പ്രതിമകൾ സ്ഥാപിച്ച് ഏതാണ്ട് 15,000-ലധികം പ്രതിമകളാണ് നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രം നിമജ്ജനം ചെയ്യുന്നത്, ശംഖുമുഖത്ത് കടപ്പുറത്ത്. ഈ വർഷം 28-ാം തീയതിയാണ് ശംഖുമുഖം കടപ്പുറത്ത് ഈ പ്രതിമയുടെ നിമജ്ജന കർമ്മം നടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. ഇതിന്റെ സംസ്ഥാന തലത്തിലെ ഇതിന്റെ സമാപനം എറണാകുളത്താണ് നടക്കുന്നത് ഈ വർഷവും. കാരണം എറണാകുളം നിരവധി ബ്രാഞ്ചുകൾ, നിരവധി പ്രതിമകൾ തിരുവനന്തപുരത്തെ പോലെ തന്നെ വളരെയധികം പ്രതിമകൾ പ്രതിഷ്ഠിക്കുകയും ഡെയിലി ആരാധനകൾ നടക്കുകയും ഗണേശ ഭഗവാനെ പ്രീതിപ്പെടുത്തി അതിന്റെ നിമജ്ജന കർമ്മം ഓഗസ്റ്റ് 30-ന് എറണാകുളത്ത് നടക്കുകയാണ്. അപ്പം 27-ന് തുടങ്ങുന്ന ഈ ആഘോഷ കർമ്മങ്ങൾ 30-ാം തീയതി വരെ, ഓഗസ്റ്റ് 30-ാം തീയതി വരെ നടക്കുകയാണ്. ഇത് പുരാണാതീത കാലം മുതൽ ഗണേശ ഉത്സവം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് ഈ ഗണേശോത്സവം നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചതാണ്. അല്ലെങ്കിൽ ഭാദ്രപദ മാസത്തെ ഏതാണ്ട് നമ്മൾ കന്നിമാസമായിട്ട് വരും, ചിങ്ങം കന്നി മാസത്തെ, അത് ശകവർഷത്തിലെ കലണ്ടറാണത്. ശകവർഷത്തിലെ കലണ്ടറെ ഭാദ്രപദ മാസത്തിലെ ചതുർത്ഥി മുതൽ ചതുർദശി വരെയുള്ള 10 ദിവസങ്ങളാണ് ഗണേശോത്സവത്തിന്റെ ആഘോഷം പുരാണങ്ങളിൽ പറയുന്നത്. അതിനെ നമ്മള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി ബാലഗംഗാധര തിലക് ഈ ആഘോഷത്തെ ഭാരതീയവൽക്കരിക്കാനും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരാഘോഷമായി തന്നെ പടപൊടുതാൻ വേണ്ടി, തിരിച്ചുവിടാനും വേണ്ടിയാണ് ഇതിനെ നവജീവൻ കൊടുത്ത് ഭാരതത്തിൽ ഈ ആഘോഷം മഹാരാഷ്ട്രയിൽ തുടങ്ങിയത്. അപ്പം ഈ കാലയളവിലെന്ന് പറഞ്ഞാൽ ഗണേശ ഭഗവാനെ സ്തുതിച്ചാൽ പ്രത്യേക സൗഭാഗ്യങ്ങൾ വരുകയും ഭക്തരുടെ ദുരിതത്തിന് അറുതി വരികയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ചും ഈ ഗണേശോത്സവ ഈ കാലാവധിയിൽ ഗണേശ ഭാദ്രമാസത്തിൽ ചതുർത്ഥി മുതൽ ചതുർദശി വരെയുള്ള 10 ദിവസങ്ങളിലാണ് യഥാർത്ഥത്തിൽ ആഘോഷം നടക്കുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഈ ആഘോഷം ഇപ്പൊ 27 മുതൽ 30 വരെ വരുന്ന 5 ദിവസങ്ങളിലാണ്, അത് 4 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ആഘോഷം നടക്കുന്നത്.
അപ്പൊ ഈ ആഘോഷത്തിന് വേണ്ടിയ എല്ലാവിധ സഹായ സഹകരണങ്ങളും മാധ്യമ സുഹൃത്തുക്കളും അഭ്യർത്ഥിക്കുന്നു. ആവശ്യമുള്ള കവറേജുകൾ തീർച്ചയായിട്ടും നൽകണം. അത് മാത്രമല്ല, ഈ ഗണേശോത്സവം ഗണേശ ഭഗവാനെ സ്തുതിച്ചാൽ എല്ലാവർക്കും വിഘ്നേശ്വരനാണ് ഗണപതി. അപ്പം സർവ്വ വിഘ്നങ്ങളും അകറ്റാൻ വേണ്ടിയും സർവ്വ ദുരിതങ്ങളും അകറ്റാൻ വേണ്ടിയും ദേവന്മാർ പോലും ആരാധിച്ചിരുന്ന ഒരു വിശുദ്ധനായ ഒരു ഏറ്റവും അതിവിശുദ്ധനായ ഒരു വിഗ്രഹ മൂർത്തി അല്ലെങ്കിൽ ആരാധനാ മൂർത്തിയാണ് ഗണേശൻ. കന്യമൂല ഗണപതിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് ത്രിമൂർത്തികളിൽ മുമ്പ് തന്നെ ഈ കന്യമൂല ഗണപതി ആദിമൂല ഗണപതി എന്ന പേരിൽ അന്നേ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ദേവന്മാർ ബ്രഹ്മ വിഷ്ണു മഹേശ്വരനെ സ്തുതിച്ച് അവരുടെ സങ്കട നിവാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ വിഘ്നങ്ങൾ അകറ്റുവാൻ വേണ്ടി സ്തുതിച്ച ഒരു ഏറ്റവും വിശിഷ്ടമായ ഒരു ദേവനാണ് ദേവന്മാരുടെ ദേവാദി ദേവനാണ് യഥാർത്ഥത്തിൽ ഗണപതി. അപ്പൊ ആ ഗണപതിയുടെ ഈ കേരളത്തിൽ നടക്കുന്ന മഹോത്സവത്തിന് എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. ഈ പ്രസ് മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഗണേശോത്സവ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ്. അതിൻ്റെ ചെയർമാൻ സജി തിരുത്തുങ്കൽ, അതിൻ്റെ രക്ഷാധികാരി പെരിങ്ങമ്മല അജി, മറ്റു വേദിയിൽ ഇരിക്കുന്ന സുഹൃത്തുക്കളെ, നല്ലവരായ പത്രപ്രവർത്തകരെ, കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ തിരുവനന്തപുരത്ത്, എസ്പെഷ്യലി കേരളത്തിൽ, ഗണേശോത്സവ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഗണേശോത്സവ പരിപാടികൾ അത് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടത്താറുണ്ട്. എൻ്റെ അറിവായ നാൾ മുതൽ ഇതിനിവിടെ നേതൃത്വം കൊടുത്തു വന്നിരുന്നത് നമ്മുടെ പെരിങ്ങമ്പല അജിയാണ്. ഞാനും അതിൻ്റെ ഒരു ട്രസ്റ്റ് മെമ്പറായിട്ട് ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. ഇനിയുള്ള കാലങ്ങളിലും ഇനിയുള്ള ഈ ഗണേശോത്സവ ട്രസ്റ്റിൻ്റെ 27-ാം തീയതി മുതൽ ആഗസ്റ്റ് 30-ാം തീയതി വരെ നടക്കുന്ന ചടങ്ങ് വളരെ ഭംഗിയാക്കുവാനും അതിൻ്റെ പ്രചരണ പരിപാടികൾ നടത്തുവാനും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ പത്രപ്രവർത്തകരും സഹായിക്കണമെന്നും ഇത് ഭഗവാൻ ഗണേശന്റെ പേരിൽ നടത്തി വരാറുള്ളത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ദേശത്തിനും നമ്മുടെ ജനങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകുവാനും ഈ പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ ദോഷ നിവാരണങ്ങൾക്കും അത് കാരണമാകും എന്നുള്ള വിശ്വാസത്തിന്മേലാണ് ഈ ഗണേശോത്സവ പരിപാടികൾ നടത്തുന്നത്. അതിൻ്റെ വിജയത്തിനായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗണേശോത്സവം നാം എല്ലാം ആഘോഷിക്കുന്നുണ്ട്. ഭഗവാന്റെ ദിനമാണ് ചതുർത്ഥി. അപ്പൊ ഈ ഒരു ചതുർത്ഥി നാളുകളിൽ മാത്രമല്ല, ഗണേശ ഭഗവാനെ ഏതൊരു ശുഭകാര്യങ്ങളിലും ഒരു പൂജയ്ക്ക് അദ്ദേഹത്തെ പൂജിച്ചിട്ടാണ് മറ്റ് ദേവഗണങ്ങളെ പൂജിക്കുന്നത് എന്ന് പറഞ്ഞതുമാതിരി ഗണപതി ഭഗവാൻ തന്നെ തീരുമാനിക്കണം വിഘ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ വേണമോ എന്നല്ല. നമ്മൾ ഈ വിഘ്നങ്ങളെല്ലാം അകറ്റുവാൻ വേണ്ടി ക്ഷേത്രത്തില് നമ്മൾ തൊഴാൻ വേണ്ടി പോയാൽ നമ്മൾക്ക് പുറത്തു നിന്ന് ഒരു മധ്യസ്ഥന്റെ ജോലിയോടുകൂടി അദ്ദേഹത്തോട് കാര്യം പറയാൻ പറ്റും. നമുക്ക് നേരിട്ട് പറ്റില്ല. പക്ഷെ ഈ ദിനങ്ങളിൽ നമുക്ക് ഭഗവാനെ നേരിട്ട് പൂജിക്കാം. നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം അദ്ദേഹത്തോട് നേരിട്ട് പറയാം. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ആ ഒരു അനുഭവം, ഞാൻ ഒരു 17 വർഷത്തോളമായി ഈ ഒരു പ്രക്രിയ എല്ലാ വർഷവും നടത്തുന്നു. അപ്പൊ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഊർജം, ഏതെല്ലാം കാലാവസ്ഥ പ്രതികൂലമായിരുന്നാലും ഈ ഭഗവാന്റെ ഈ പുണ്യ കർമ്മ ദിനങ്ങളിൽ വളരെ ഭംഗിയുള്ള നല്ല രീതിയിലുള്ളൊരു കാലാവസ്ഥയും നമുക്ക് അനുകൂലമായി കിട്ടുന്നു. എല്ലാ വിഗ്രഹങ്ങളുടെ നിമജ്ജന ദിവസങ്ങളും ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ ശംഖുമുഖത്താണ്, എറണാകുളത്താണെങ്കിൽ പുതുവൈപ്പ് ബീച്ചാണ്, അങ്ങനെ വിവിധ ജില്ലകളുടെ സമാപന കർമ്മം നടക്കുന്ന സ്ഥലങ്ങളിൽ കാലാവസ്ഥയെല്ലാം അനുകൂലമായി തന്നെ ഇരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ 7, 5, 3 ദിവസങ്ങൾ പൂജ കഴിഞ്ഞ് നിമജ്ജന കർമ്മം ചെയ്യുമ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളുടെ കൂട്ടത്തിൽ നിന്നൊരാള് നമ്മളെ മാറ്റി നിർത്തി പോകുന്ന ആ ഒരു ചിന്തയാണ് നമുക്കുണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വൈകാരികമായിട്ട് നമ്മൾ ഇത്രയും ദിവസം പൂജിച്ച് ഭഗവാനെ നിമജ്ജനം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി ശരിക്കും നമുക്കൊരു ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ആ ഒരു അനുഭൂതി കിട്ടുന്നില്ല. അപ്പൊ അത് എല്ലാ വിഘ്നങ്ങളും നിവാരണം ചെയ്തുകൊണ്ട് ഒരു പ്രദേശത്തിന്റെ ഉയർച്ച, ഞങ്ങള് എറണാകുളത്തെ സംബന്ധിച്ച് DP വേൾഡ് എന്ന വലിയ വ്യവസായം, നമ്മുടെ തുറമുഖം
അവിടെ തുടങ്ങുന്നതിന് 7 വർഷം മുന്നേ ഞങ്ങൾ ആ തുറമുഖവുമായി ബന്ധപ്പെട്ട ആ ബീച്ചിലാണ് അവിടെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ എല്ലാം വളർച്ചയിൽ ഏത് ആരും കയറാ പോകുന്നില്ലാത്ത ഒരു ബീച്ച് അല്ലെങ്കിൽ ഒരു നദി ജലാശയം, അവിടെ ഈ കർമ്മങ്ങൾ 2-3 വർഷങ്ങൾ കണ്ടിന്യൂസ് നടത്തുമ്പോൾ അവിടെയെല്ലാം വരുന്ന മാറ്റങ്ങൾ ഞങ്ങളെല്ലാം പല ട്രസ്റ്റിന്റെ വേദികളിൽ സംസാരിക്കാറുണ്ട്. അതെല്ലാം അനുഭവിച്ചാൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ഈ മാധ്യമ സുഹൃത്തുക്കള് ഇതിന്റെ വാർത്തകൾ പബ്ലിക്കിലോട്ട് എത്തിക്കുന്നതിനുപരി ഈ കർമ്മവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു ദിവസമെങ്കിലും ഞങ്ങൾ വെക്കുന്ന ഈ ഗണപതി ഭഗവാന്റെ മുന്നിലൊക്കെ വരുവാൻ വേണ്ടിയിട്ടും കൂടി തയ്യാറായാൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഞങ്ങൾ ഇത് സംസാരിക്കാൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. 27 മുതൽ തുടങ്ങുന്ന ഈ കർമ്മ പരിപാടി 3 ദിവസമല്ല, ശരിക്കും 24-ന് ആരംഭിക്കുന്നുണ്ട്. 3 ദിവസമാണ് മെയിനായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് അത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന പരിപാടി എല്ലാ വർഷവും ശംഖുമുഖം കടപ്പുറം തിരുവനന്തപുരമായിരുന്നു ഇതിന്റെ സമാപനം. പക്ഷേ ഈ വർഷം മധ്യ കേരളത്തിലോട്ട് എത്തുമ്പോൾ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ അടങ്ങുന്ന 2-3 ജില്ലകളിൽ ഇതിന്റെ എല്ലാം പ്രസക്തി കൂടി വന്നപ്പോൾ ഒരുപാട് വിഗ്രഹങ്ങളില് വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലെല്ലാം വെക്കുവാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വന്നപ്പോൾ ഇതിന്റെ സമാപന നിമജ്ജന സമ്മേളനവും സാംസ്കാരിക സമ്മേളനവും എല്ലാം എറണാകുളത്തേക്ക് മാറ്റാൻ ഈ വർഷമാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. നന്ദി, നമസ്കാരം. എറണാകുളത്ത് SN സ്വാമിയാണ് വിഗ്രഹ പ്രതിഷ്ഠയുടെ ഉദ്ഘാടനം. എറണാകുളം. തിരുവനന്തപുരത്തുണ്ട് 24 മുതൽ 28 വരെയാണ് തിരുവനന്തപുരത്ത്. ഏതാണ്ട് 1 ലക്ഷത്തോളം വീടുകളിൽ ചെറിയ വിഗ്രഹങ്ങൾ അവരുടെ കുടുംബത്തിലെ ദോഷങ്ങൾ മാറ്റുവാൻ വേണ്ടിയിട്ട് വീടുകളിൽ ചെറിയ വിഗ്രഹങ്ങൾ, ഒരടിയുള്ള വിഗ്രഹങ്ങൾ എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വലുതും ചെറുതുമായി ഏതാണ്ട് 100ഓളം വിഗ്രഹങ്ങൾ പൊതു സമൂഹത്തിൽ, പൊതുസ്ഥലങ്ങളിൽ പ്രതിഷ്ഠ നടത്തി എല്ലാവരുടെയും നമ്മുടെ സമൂഹത്തിലെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറ്റി നല്ലത് വരുവാൻ വേണ്ടിയിട്ട് പൂജ നടത്തി അത് ആഘോഷത്തോടുകൂടി ശംഖുമുഖം ആറാട്ടുകടവിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങ്. എറണാകുളത്ത് സംസ്ഥാന തല സാംസ്കാരിക സമ്മേളനവും നിമജ്ജന ഘോഷയാത്രയും എറണാകുളത്ത് വെച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എറണാകുളം സാംസ്കാരിക സമ്മേളനവും നിമജ്ജനത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഈ വാർത്ത സംസ്ഥാനത്തൊട്ടാകെ സ്റ്റേറ്റ് ലെവലിൽ വാർത്ത കൊടുത്ത് നമ്മളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.